ഒരു കുടുംബം എങ്ങനെയാണ് സ്വർഗവും നരകവുമായി തീരുന്നത്? സ്നേഹമുള്ളവരെ, ഒരു കുടുംബം സ്വർഗവും നരകവുമായി തീരുന്നത് അതിൻ്റെ ഉള്ളിൽ വസിക്കുന്നവർ എങ്ങനെയായിരിക്കുന്നോ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അത് സ്വർഗവും നരകവുമാക്കി തീർക്കുന്നത്. അവരാണ് അതിനെ സ്വർഗവും നരകവുമാക്കുന്നത്. പുറത്തുനിന്ന് ഒരാളിന് വന്നിട്ട് അതിനെ സ്വർഗവും നരകവുമാക്കാനായിട്ട് സാധിക്കത്തില്ല. കുടുംബാംഗങ്ങൾ എങ്ങനെ കുടുംബത്തിൽ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും വസിക്കുന്നു, അപ്പോഴത് സ്വർഗമാക്കുകയും ഇതിന് എതിരായിട്ട് കുടുംബാംഗങ്ങൾ വസിക്കുകയും പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് നരകതുല്യമായി തീരുകയും ചെയ്യുന്നു. കുടുംബാംഗങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ പരസ്പരമുള്ള ചുമതലകൾ നിർവഹിക്കപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത് സ്വർഗതുല്യമായി തീരുന്നത്. ഭർത്താവ് കർത്താവിനെ ഭയപ്പെടുകയും ഭാര്യ ഭർത്താവിനെ അനുസരിക്കുകയും ഭർത്താവിനെയും ഭാര്യയെയും മക്കൾ അനുസരിക്കുകയും ചെയ്യുമ്പോൾ ആ കുടുംബം സ്വർഗതുല്യമായി തീരും. അതായത് ഓരോരുത്തരും അവരവരുടെ ചുമതലകൾ കൃത്യമായി നിർവഹിക്കുമ്പോൾ മാത്രമേ അതിനെ സ്വർഗതുല്യമാക്കി തീർക്കുവാൻ കുടുംബാംഗങ്ങൾക്ക് സാധിക്കൂ. ഒരാൾ മറ്റൊരാളെ ശരിയാക്കാൻ നോക്കുകയും ഒരാൾ തൻ്റെ കടമ നിർവഹിക്കാതെ മറ്റൊരാൾ തൻ്റെ കടമ നിർവഹിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുമ്പോഴൊക്കെയാണ് ഈ സ്വർഗതുല്യമായ കുടുംബങ്ങൾ നരകതുല്യമായി തീരുന്നത്. ഉള്ളിലുള്ളവർ എങ്ങനെ ആയിരിക്കുന്നോ, എന്ത് ചിന്തിക്കുന്നോ, എന്തു പ്രവർത്തിക്കുന്നോ, ഏതെല്ലാം കാര്യങ്ങളിൽ അവർ ജീവിതത്തിൽ ഒരുമിച്ച് മുന്നേറുന്നോ, അപ്പോഴൊക്കെ ആ കുടുംബങ്ങൾ സ്വർഗതുല്യമായി തീരും. ഭർത്താവ് തൻ്റെ കടമകൾ കൃത്യമായി നിർവഹിക്കുകയും ഭാര്യ അതുപോലെ തൻ്റെ കടമകൾ നിർവഹിക്കുകയും കുഞ്ഞുങ്ങൾ അവർക്കൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്യുമ്പോഴാണ് അത് സ്വർഗമായി തീരുന്നത്. ഒരു ഭവനത്തിൽ ആര് അധ്വാനിച്ചു കൊണ്ട് വരുന്നതോ വന്നതുകൊണ്ടോ ആ ഭവനത്തിൽ എത്ര സമ്പത്ത് വന്നതുകൊണ്ടോ ആ ഭവനത്തിൽ മിച്ചം കാണണമെന്നില്ല. ആ ഭവനത്തിൽ അത് ചിലവാക്കുന്ന വ്യക്തി ആരോ ആ വ്യക്തിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ആ കുടുംബത്തിൽ ബാക്കി വെക്കുന്നതും ഉള്ളതിൽ ഉണ്ടായി അതുകൊണ്ട് മുന്നേറുവാൻ സാധിക്കുന്നതും. നമുക്കറിയാം, പലപ്പോഴും ഒരു ഭവനത്തിൽ ഏറ്റവും അധികം ഇന്ന് അധ്വാനിക്കുന്നത് പുരുഷന്മാരാണ്. പുരുഷന്മാരെ പോലെ തന്നെ ഇന്ന് സ്ത്രീകളും അധ്വാനിക്കുന്നവരാണ്. എന്നാൽ ഒരു വ്യക്തി അധ്വാനിച്ചു കൊണ്ടുവരുന്ന ആ സമ്പത്ത് ആ ഭവനത്തിലായിരിക്കുന്ന വ്യക്തി ആരാണോ, അത് ഭാര്യയാകാം, ഭർത്താവാകാം, ആ വ്യക്തി അതിനെ എപ്രകാരം കൈകാര്യം ചെയ്യുന്നോ ആ കൈകാര്യം ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ കുടുംബത്തിൽ സന്തോഷവും നിലനിൽക്കുന്നതും ബാക്കി ഉണ്ടായിരിക്കുന്നതും. പലപ്പോഴും ധൂർത്തടിപ്പുകളാണ് പല കുടുംബങ്ങളിലെ സമാധാനവും സന്തോഷവും നശിപ്പിച്ച് കളയുന്നത്. ഉള്ളതറിഞ്ഞ് ചെലവാക്കാതെ, കിട്ടുന്നതറിഞ്ഞ് ചെലവാക്കാതെ, നമ്മുടെ നിലമറന്ന് കൂനാതെ ഇരിക്കുകയും, അതായത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടില്ലേ, നിലമറന്ന് കൂനരുത് എന്ന്. അതായത് നമുക്ക് വരുന്നതിൻ്റെ വരുമാനം അനുസരിച്ച് ചെലവാക്കുകയും അതനുസരിച്ച് ജീവിത സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്തുകയും ചെയ്താൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഈ ഭൂമിയിൽ സ്വർഗതുല്യമായ കുടുംബങ്ങളെ നമുക്ക് കെട്ടിപ്പടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഭർത്താവ് തൻ്റെ കടമകൾ കൃത്യമായി നിർവഹിക്കുക. ആ ഭർത്താവ് ആ കുടുംബത്തിൻ്റെ കടമകളും കുടുംബാംഗങ്ങളുടെ കാര്യങ്ങളും കൃത്യമായി ഏറ്റെടുത്ത് നടത്തുകയും അതുപോലെ ഭാര്യ തൻ്റെ ചുമതലകളും കടമകളും കൃത്യമായി ഏറ്റെടുത്ത് നടത്തുകയും തൻ്റെ കുഞ്ഞുങ്ങൾ ആ ഭവനത്തോട് ചേർന്ന് നിന്ന് മാതാപിതാക്കളെ അനുസരിക്കുകയും അവരോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുമ്പോൾ ആ കുടുംബം സ്വർഗതുല്യമായി തീരും. ഏത് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും സ്നേഹവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നോ ആ കുടുംബാംഗങ്ങളാണ് ഈ ഭൂമിയിലെ സ്വർഗതുല്യമായി കുടുംബങ്ങളായി തീരുന്നത്. ഇതിന് ഏത് കുടുംബങ്ങളിൽ ഇതെല്ലാം നേരെ എതിരായിട്ട് വരുന്നോ ആ കുടുംബങ്ങളൊക്കെ ഇന്ന് നരകതുല്യമായി തീരും. സ്നേഹമുള്ളവരെ, ഓരോ വ്യക്തികളും വിവാഹ ജീവിതത്തിലൂടെ ആഗ്രഹിക്കുന്നത് തങ്ങളുടെ കുടുംബങ്ങൾ സ്വർഗതുല്യമായി തീരണമെന്നാണ്. സ്വർഗതുല്യമായി തീരണമെങ്കിൽ നമ്മളുടെ കടമകൾ നിർവഹിക്കുക. അതോടൊപ്പം കുടുംബത്തിലായിരിക്കുന്ന ഓരോ വ്യക്തികളും അവരുടെ കടമകൾ കൃത്യമായി നിർവഹിക്കുക. പരസ്പരം കുറ്റപ്പെടുത്താതെ, പരസ്പരം ഓരോരുത്തരുടെ കാര്യങ്ങൾ പറഞ്ഞ് അവരെ താഴ്ത്തിക്കെട്ടാതെ, പരസ്പരം ഒന്നിച്ച് മുന്നേറുവാൻ, എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് മുന്നേറുവാനായിട്ട് ഏതു കുടുംബങ്ങൾക്ക് സാധിക്കുന്നു ആ കുടുംബങ്ങൾ സന്തോഷമുള്ളതായി തീരും. അതല്ലാതെ നിന്റെ തെറ്റാണ്, ഇതെൻ്റെ കുഴപ്പം കൊണ്ടല്ല, നിന്റെ കുഴപ്പം കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചു എന്ന് പറഞ്ഞ് പരസ്പരം കുറ്റപ്പെടുത്തുന്ന കുടുംബാംഗങ്ങളിലാണ് ഏറ്റവും അധികം കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഏതൊരു പ്രശ്നങ്ങൾ കടന്നു വരുമ്പോഴും
ജീവിതത്തിൽ അതിനെ ഒരുമിച്ച് കൈകാര്യം ചെയ്യുവാനായിട്ട് ഏത് കുടുംബാംഗങ്ങൾക്ക് സാധിക്കുന്നു, അങ്ങനെയുള്ള കുടുംബങ്ങളിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കും. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഒരു കടബാധ്യതകൾ വന്നു, അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നു, ഒരു പ്രതിസന്ധി വന്നു, ഒരു രോഗങ്ങൾ വന്നു, ഇതെല്ലാം കടന്നു വരുന്നത് സ്വാഭാവികമാണ്. ഇതെല്ലാ കുടുംബങ്ങളിലും സ്വാഭാവികമായി അവരുടെ നിത്യജീവിതത്തിൽ കടന്നു വരുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ കടന്നു വരുമ്പോൾ പരസ്പരം കുറ്റപ്പെടുത്താതെ, പരസ്പരം ഒറ്റപ്പെടുത്താതെ, പരസ്പരം മാറ്റി നിർത്താതെ ഇതിനെയൊക്കെ ഒരുമിച്ച് കൈകാര്യം ചെയ്യുവാനായിട്ട് ഏത് കുടുംബാംഗങ്ങൾക്ക് സാധിക്കുന്നു, ഏത് വ്യക്തികൾക്ക് സാധിക്കുന്നു, അങ്ങനെയുള്ള കുടുംബങ്ങളിൽ എപ്പോഴും സമാധാനവും സന്തോഷവും ഉണ്ടായിരിക്കും. അതുപോലെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാനായിട്ട് പഠിക്കുക. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് നമ്മുടെ ജീവിതവുമായി താരതമ്യം ചെയ്യാതിരിക്കുക. അവരുടെ വീട്ടിൽ അതുണ്ട്, അവരുടെ വീട്ടിൽ ഇങ്ങനെയുണ്ട്, അവരങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത്, ഇവരെങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞ് പലപ്പോഴും അത് നമ്മുടെ ജീവിതവുമായി തട്ടിച്ച് നോക്കാതിരിക്കുക, താരതമ്യം ചെയ്യാതിരിക്കുക. പകരം അവർ എങ്ങനെ ജീവിക്കുന്നോ, അവരെന്തുകൊണ്ട് ജീവിക്കുന്നോ എന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മുടെ കയ്യിൽ എന്തുണ്ടോ, നമുക്കെന്തെല്ലാം നമ്മുടെ കരങ്ങളിലുണ്ടോ അതുകൊണ്ട് ജീവിക്കുവാനായിട്ട് പഠിക്കുക. അപ്പുറത്തെ വീടുകളിൽ ഒരുപക്ഷെ കാറ് കാണും, അല്ലെങ്കിൽ അപ്പുറത്തെ വീടുകളിൽ അതുപോലെ വലിയ ജീവിത സൗകര്യങ്ങൾ കാണും. അതിനെ നോക്കിയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇതൊന്നും ഇല്ലല്ലോ എന്ന് ഓർത്ത് ദുഃഖിക്കുന്നതിനു പകരം നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടോ ആ ഉള്ളതിൽ സംതൃപ്തി കാണാനായിട്ട് പരിശ്രമിക്കുക. അപ്പുറത്തെ വീട്ടിൽ കാറുണ്ടെങ്കിൽ നമുക്കൊരു സൈക്കിളോ ഒരു സ്കൂട്ടറോ ആണെങ്കിൽ അതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് സാധിക്കുക. കാരണം അതുപോലും ഇല്ലാത്ത എത്രയോ വ്യക്തികളെ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. അപ്പുറത്തെ വീട്ടിൽ സമ്പൽ സമൃദ്ധിയായി കഴിയുമ്പോഴും നമ്മൾ ഒരുപക്ഷെ ഒരു നേരത്തെ ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിലും അതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. കാരണം ഈ ഭൂമിയിലെ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. അതേ സ്നേഹമുള്ളവരെ, ഒരിക്കലും മറ്റുള്ളവരുമായി നമ്മുടെ ജീവിതത്തെ തട്ടിച്ച് നോക്കാതിരിക്കുക, താരതമ്യം ചെയ്യാതിരിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയൊക്കെ നമ്മുടെ എല്ലാവരുടെയും കുടുംബജീവിതം സന്തോഷമുള്ളതായി തീരും. അപ്പോൾ ഒരു കുടുംബം സ്വർഗതുല്യമായി തീരണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കുടുംബത്തിൽ ഉള്ള വ്യക്തികൾ അതിനെ സ്വർഗതുല്യമാക്കി തീർക്കണം. സ്നേഹവും സന്തോഷവും സമാധാനവും പരസ്പര ചേർച്ചയും പരസ്പര ഒത്തൊരുമയും ഒക്കെ പരസ്പരം ഉണ്ടെങ്കിൽ ഈ ലോകത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ സ്വർഗതുല്യമായ കുടുംബജീവിതം നമുക്ക് കെട്ടിപ്പടുക്കുവാനായിട്ട് സാധിക്കും. അതായത് പരസ്പരം അവരവരുടെ കടമകൾ രണ്ടുപേരും കൃത്യസമയത്ത് നിറവേറ്റുക, അവരവരുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന ചുമതലകളെ പരസ്പരം നിറവേറ്റുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ സ്വർഗതുല്യമായി ജീവിക്കാനായിട്ട് സാധിക്കും. ഏത് കാര്യം ചെയ്യുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും അതിൽ നന്മയുണ്ടോ എന്ന് അന്വേഷിക്കുക. എല്ലാ കാര്യങ്ങൾക്കും ജീവിതത്തിൽ ദൈവത്തിന് മുൻസ്ഥാനം കൊടുക്കുക. അങ്ങനെ ദൈവം നിങ്ങളുടെ കുടുംബത്തിലെ നാഥനായി വാഴുകയാണെങ്കിൽ, നിങ്ങളുടെ കൂടെ എപ്പോഴും ദൈവത്തിൻ്റെ വാസമുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ചൈതന്യം നിങ്ങളുടെ ഭവനങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബം സ്വർഗതുല്യമായി തീരും. സ്നേഹമുള്ളവരെ, ഇന്ന് പല കുടുംബങ്ങളിലും കാണപ്പെടാത്ത ഒരു കാര്യമാണ് കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇന്ന് പല കുടുംബങ്ങളിൽ നിന്നും കുടുംബ പ്രാർത്ഥന അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പല കുടുംബങ്ങളിൽ നിന്നും കുടുംബ പ്രാർത്ഥന അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് പല കുടുംബങ്ങളും തകർച്ചയിലേക്ക് പൊക്കൊണ്ടിരിക്കുകയാണ്. കുടുംബ പ്രാർത്ഥനകളിലൂടെയാണ് നമ്മൾ ഒരുമിക്കുന്നത്. കുടുംബ പ്രാർത്ഥനയിലാണ് ദൈവസാന്നിധ്യം നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഏത് ഭവനങ്ങളിൽ ഇന്ന് കുടുംബ പ്രാർത്ഥനയുണ്ടോ, നമ്മൾ ആ ഭവനങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്കറിയാൻ സാധിക്കും അവിടെ സ്നേഹവും സന്തോഷവും സമാധാനവും ദൈവചൈതന്യവും നിറഞ്ഞു നിൽക്കുന്നത്. ഏത് കുടുംബങ്ങളിൽ നിന്ന് കുടുംബ പ്രാർത്ഥന അകന്നു പോയിട്ടുണ്ടോ അവിടെയൊക്കെ ഒത്തിരി സ്വരച്ചേർച്ചയും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒരുമിപ്പുമൊന്നും ഇല്ലാതെ വരുന്നുണ്ട്. കുടുംബ പ്രാർത്ഥന നമ്മളെ ദൈവസന്നിധിയിൽ ഒരുമിപ്പിക്കുകയാണ്. ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ചിരുന്ന് സന്ധ്യാസമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ അതിന് വലിയ ചൈതന്യം ആ ഭവനത്തിലുണ്ടാകും. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ സമയം കിട്ടി പ്രാർത്ഥിക്കുന്നവരാകരുത്. പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങൾ സമയം ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി കുടുംബജീവിതത്തിൽ സമയം ഉണ്ടാക്കി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം സന്തോഷവും സമാധാനവും ഉള്ളവരായിരിക്കും. ഇന്നെല്ലാവരും ജോലി തിരക്കിനിടയിൽ ഓടി നടക്കുകയാണ്. പലർക്കും ഇന്ന് ഒരുമിച്ചിരുന്ന് കുടുംബത്തോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനോ ഒരുമിച്ചിരിക്കുവാനോ സമയമില്ല.
ഏതെങ്കിലും ഒരു വ്യക്തി ഒരു സമയത്ത് കഴിക്കുന്നു, മറ്റൊരു വ്യക്തി കിട്ടുന്ന സമയത്ത് കഴിക്കുന്നു, കുഞ്ഞുങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് കഴിക്കുന്നു. ജീവിത സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം. എന്നാൽ വല്ലപ്പോഴെങ്കിലും ഏതെങ്കിലും ദിവസങ്ങളിലൊക്കെ ഒരുമിച്ചിരിക്കുക, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ചിരുന്ന് ചേർന്നിരുന്ന് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ള കുടുംബങ്ങളിലൊക്കെ സന്തോഷവും സ്നേഹവും സമാധാനവും നിറഞ്ഞു നിൽക്കും. അങ്ങനെയുള്ള കുടുംബങ്ങളാണ് ഈ ഭൂമിയിൽ സ്വർഗതുല്യമായി തീരുന്നത്. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ എന്നും സ്നേഹവും സന്തോഷവും സമാധാനം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയും അങ്ങനെയുള്ള കുടുംബങ്ങളിൽ ഉല്ലാസവും സന്തോഷവും പരസ്പര ബന്ധവുമൊക്കെ നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയ സ്വർഗതുല്യമായ കുടുംബജീവിതം വീണ്ടെടുക്കുവാനായി കുടുംബാംഗങ്ങളായ നമ്മൾ തന്നെ നമ്മുടെ ചുമതലകളും കടമകളും നിർവഹിക്കുക. അങ്ങനെ ഈ ഭൂമിയിൽ സ്നേഹവും സന്തോഷവും സമാധാനവുമുള്ള കുടുംബജീവിതം നമുക്ക് കെട്ടിപ്പടുക്കുവാനായിട്ട് സാധിക്കും. എന്നെ കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളും സ്വർഗതുല്യമായ കുടുംബജീവിതം കെട്ടിപ്പടുക്കുന്നവരാക്കി തീർക്കാൻ ഈ സന്ദേശം നിങ്ങൾക്ക് ഉപകാരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.